ഈ റൈറ്റ് വിഷയെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മാത്രം വിഷനല്ല, മറിച്ച് അതിൻ്റെ ക്രോസ് എൻ്റെ പിന്നിൽ ഞാനതിൻ്റെ ഓണറാണെങ്കിലും എൻ്റെ വിഷൻ തന്നെയാണ് അവിടെ നടക്കുന്നതെങ്കിലും അതിൻ്റെ ക്രൂവിന് വലിയൊരു പങ്കുണ്ടതിൽ. മുട്ടിൽ മരം മുറിയേക്കാളും വെല്ലുന്ന മരം കൊള്ള. വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച തൃശൂർ ചേലക്കരയിൽ പുതിയതായി നിർമ്മിച്ച റോഡ് പൊട്ടിനിരങ്ങി. ചേലക്കരയിൽ പരിഭ്രാന്തി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം. ടെലിവിഷൻ നല്ല ഒരു പ്രൊഫഷണൽ ചാനൽ പോലെയാണ് വാർത്തകൾ, ചേലക്കര മണ്ഡലത്തിനകത്തും പുറത്തുമുള്ള വാർത്തകൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ല ഒരു പ്രവർത്തനമാണ് നടത്തി വരാറ്. കാട്ടാനയുടെ വിളയാട്ട കേന്ദ്രമായ മണലാടി പാറപ്പുറം പ്രദേശമാണിത്. നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ മാധ്യമങ്ങൾ സജീവമായി പ്രവർത്തിച്ചാൽ മാത്രമാണ് ജനപ്രതിനിധികൾ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കുത്താമ്പുള്ളിക്കാർക്കും മായന്നൂർക്കാർക്കും അക്കരയും ഇക്കരയും എളുപ്പത്തിലെത്താൻ ഗായത്രി പുഴയ്ക്കും കനാലിനും വയലിനും കുറുകെ 376 മീറ്റർ നീളത്തിൽ 2 പാലങ്ങളാണ്. നിങ്ങളൊരു വാർത്ത വന്നാൽ ഉണ്ടാവുന്ന വ്യൂസ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതെന്താ, ഒരു ആകാംക്ഷയുണ്ട്, അതിലെന്തോ ഉണ്ട് എന്ന് ഒരു സത്യസന്ധമായ ഒരു ജനങ്ങളുടെ ഇടയിൽ, സമൂഹത്തിന്റെ ഇടയിലുണ്ട്. നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ഹൃദയഭാഗത്തു നിന്നുമാണ് ഈ മദ്യപാന ചൂതാട്ട കേന്ദ്രത്തിന്റെ ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറമായിട്ട് എനിക്ക് തോന്നുന്നത് റൈറ്റ് വിഷൻ ചാനൽ ഈ നിലവിലുള്ള പ്രാദേശിക ചാനലുകളിൽ നിന്നും ഒരു മികച്ച പ്രവർത്തന രീതി കാണുന്നുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആനയെ കൊന്നു കുഴിച്ചു മൂടി. സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണക്കാരുടെ ഇടയ്ക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയ ഒരു ചാനലാണ് ഈ റൈറ്റ് വിഷൻ ചാനൽ. വാട്ടർ ATMോട് കൂടിയ കാലിത്തൊഴുത്ത് ബസ് സ്റ്റാൻഡ്. വിഷു കൈനീട്ടമായി കുടിവെള്ളം തരൂ എന്ന മുദ്രാവാക്യവുമായി ജനത്തിന്റെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ കാണാറ്. റൈറ്റ് വിഷൻ പലപ്പോഴും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ചില ഘട്ടങ്ങൾക്കകത്ത് ചില കാര്യങ്ങൾക്കകത്തൊക്കെ ആ വാർത്തകൾ നമുക്ക് പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടും തരാറുണ്ട്. ഇത് വാടാലിപ്പാടം. റൈറ്റ് വിഷൻ ചേലക്കരയുടെ ഒരു ശബ്ദം തന്നെയാണ്. കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. റൈറ്റ് വിഷൻ 10 വർഷമായി 15 വർഷമായി ഇവിടെ ചേലക്കര ഭാഗത്ത്, ചേലക്കര പഴയൻ്റെ കുണ്ടാഴി പോലുള്ള ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധി പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത് ജനശ്രദ്ധയിലെത്തിക്കാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും ഒക്കെ ഭാഗത്ത് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ എത്തിക്കാൻ ഈ ചാനൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ചേലക്കരയിൽ പട്ടയഭൂമിയിൽ നിന്നും തേക്കുമരങ്ങൾ. ഈ നാട്ടിലെ ഏത് വിഷയങ്ങൾ ഉയർന്നു വരികയാണെങ്കിലും അതിൻ്റെ മുമ്പിൽ എത്തുകയും അതിൻ്റെ നിജസ്ഥിതിയോടുകൂടിയ വാർത്ത പ്രചരിപ്പിക്കുകയും ഈ ചാനൽ വഴി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒട്ടേറെ പ്രതിഭകളെയൊക്കെ തന്നെ അവരുടെ സർഗവാസനകളുള്ള ആളുകൾ അവരുടെ കഴിവുകളെ വളർത്തുന്ന കാര്യത്തിലും അത് കണ്ടെത്തുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് റൈറ്റ് വിഷൻ ചാനലിലൂടെ വരുന്നത്. ക്വാറി വാഹനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി ദുരിതമായി തുടരുന്ന യാത്രയ്ക്ക് മേലെ ദുരന്തമായി മാറുകയാണ്. നാട്ടിൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം ഒരു വിമർശന രൂപേണ ആണെങ്കിൽ പോലും അത് ഞങ്ങളുടെയൊക്കെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങൾക്കൊക്കെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രചോദനം കൂടി ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. ജീവിതം തള്ളി നീക്കാൻ അച്ഛന് കൂട്ടായി ഒരു പാട്ടുകാരി. തിരുവില്ലാമലക്കാരിയായ സനിക സന്തോഷ് തീർച്ചയായിട്ടും അവരുടെ കഴിവ് ഇത്രത്തോളം ഉണ്ട് എന്ന് മറ്റ് സംഗീത സംവിധായകരുടെയും അല്ലെങ്കിൽ സിനിമാ ലോകത്തും ഒക്കെ തന്നെ എത്തിക്കാൻ ഈ റൈറ്റ് വിഷൻ ആദ്യം അവരുടെ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദികൾക്കായി കലണ്ടറിൽ കുറിച്ചിട്ട തീയതികൾ ലോക്ക്ഡൌണിൽ മാഞ്ഞുപോയപ്പോൾ
തകർന്നടിഞ്ഞത് ഇവരുടെ ഏക ജീവിതമാർഗമാണ്. മാനക്കൊടി പോലെ വന്ന തുടി പോലെ മയങ്ങൂ നീ മടിമേലേ മയങ്ങൂ നീ മടിമേലേ ചങ്ങാതിക്കൂട്ടം കേറും ചെമ്മാനത്തേരിൽ മത്സരാർത്ഥിയായിട്ടാണ് അല്ലേ കലോത്സവം എത്തിയിരിക്കുന്നത്. ചേലക്കരയുടെ മാധ്യമരംഗത്ത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിച്ച ഇടപെടലാണ് നടത്തി വന്നിരുന്നത്. ഓഡിയൻസ് പ്ലീസ് നോട്ട്. വേദി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മാധ്യമപ്രവർത്തനം അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്രയേറെ വളരെ ചടുലവും വളരെ അർത്ഥവത്തുമായ പ്രവർത്തനമാണ് റൈറ്റ് വിഷൻ നടത്തിയിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസിന് പുരസ്കാരം. ചേലക്കരയുടെ വാർത്താ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു എൻട്രി ആയിരുന്നു റൈറ്റ് വിഷൻ നടത്തിയത്. കോൺക്രീറ്റ് റോഡിന്റെ വീതി 8 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പകുതി ഭാഗം 4 മീറ്റർ ഉണ്ടാകണം. രാഷ്ട്രീയ ഭേദമന്യേ റൈറ്റ് വിഷൻ ഒരു പ്രതിപക്ഷമായിട്ട് പല സ്ഥലങ്ങളിലും ആക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഉല്ലാസ കേന്ദ്രത്തിൽ ജലസവാരി നടത്തിയതിനെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് FIR ഇട്ടത്. ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അത് രാത്രിയിലൊക്കെ 11 മണിക്കും 12 മണിക്കും റൈറ്റ് വിഷൻ ചാനൽ വന്നിട്ട് ആന ഇറങ്ങിയ വിഷയമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് വിഷൻ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചപ്പോഴാണ് ഏകദേശം 8ഓളം ചാനലുകൾ അത് ബ്രേക്ക് ചെയ്തതും അതൊരു സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും DFO, മന്ത്രി, MLA ഉൾപ്പെടെയുള്ളവരുടെ MP ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായതും റൈറ്റ് വിഷൻ്റെ ആ വാർത്ത തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ലക്ഷ്യം വളരെ വ്യക്തമാണ്. എത്രമാത്രം ഉയർന്നാലും സമൂഹത്തിൻ്റെ നന്മ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ യാതൊരു സാമ്പത്തികമായ നേട്ടവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.